ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലുമായി നിൽക്കുമ്പോൾ സന്തോഷമുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുമോ എന്നാണ് ഒരു ഷോർട്ടായിട്ട് ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാളും ഒപ്പാണ് ആവേണ്ടത്, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് അത് പിന്നെ പ്രായോഗികമായിട്ട് കഴിയുന്നൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടും ആളുകൾ എന്ത് ചെയ്യണില്ല, നമ്മുടെ ആയുസ് വെറുതെ ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ട് പക്ഷേ ഭാര്യ ഇല്ല, ഭർത്താവുണ്ട് ഭർത്താവില്ല, ഇങ്ങനെ വഴിയാധാരമായി പോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു നല്ല ശമ്പളം ഇല്ലാത്ത ഒരാൾ ഗൾഫിൽ നിന്നിട്ട് എന്താ കാര്യം? ഒരു നല്ല ശമ്പളം ഇല്ലാത്ത ഒരാൾ, അതായത് ഒരു ഫ്ലാറ്റ് എടുക്കാനും താമസിക്കാനും ഒക്കെ മാത്രം വരുമാനം ഇല്ലാത്ത ഒരാൾ ഗൾഫിൽ നിൽക്കണമെന്ന് എന്താ പ്രയോജനം? ഇപ്പോൾ ഒരു മാസത്തിലൊരു 30,000 രൂപയൊക്കെയാണ് അയാൾക്ക് ആകെ മെച്ചം വെക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു. ആ മിച്ചം വെക്കാൻ ആ 30,000 രൂപ അയാൾക്ക് മെച്ചം വെക്കണമെങ്കിൽ അയാൾ എത്രയൊക്കെ ത്യാഗം സഹിക്കണം? ഇവിടെ കുടുംബം നഷ്ടപ്പെടുത്തണം, കുട്ടികളെ നഷ്ടപ്പെടുത്തണം, പിന്നെ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം, അവിടുത്തെ ഇക്കാമൻ്റെ പൈസ വേണം, അങ്ങനല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്താണ്? എന്തെങ്കിലും ഒരു തൊഴിൽ നാട്ടിൽ കണ്ടെത്തി ജീവിക്കല്ലേ നല്ലത്. എന്നാൽ നല്ല വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തിനാണ് അയാളെ മക്കളെയും കുട്ടികളെ ഇവിടെ ഇട്ട് പോകുന്നത്? അയാൾക്കൊപ്പം നിർത്തിക്കൂടെ? അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഒപ്പം നിൽക്കണം എന്നതിലൊരു വാശി ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യും, അതിന് പരിഹാരമാകും. ഇനി ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, വർഷത്തിലൊരു മാസം കൊണ്ടേക്കൂടെ? വർഷത്തിലൊരു മാസം വേണമെങ്കിൽ ആ ഒരു മാസം വേണമെങ്കിൽ കുട്ടികളൊക്കെ തൽക്കാലം വലിയമാരെ ആരെങ്കിലുമൊക്കെ തൽക്കാലം ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു മാസം ഒന്നിച്ച് നിൽക്കണം എന്ന് വിചാരിച്ചാൽ കഴിയൂലേ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒഴിഞ്ഞു പോകുന്ന ഫ്ലാറ്റുകളുണ്ടായിരിക്കും. ചില ഫാമിലികളൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഒരു ടിക്കറ്റിൻ്റെ പൈസ അതിന് അധികം വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ അവരെന്ത് ചെയ്യുന്നില്ല, ഒരു പ്രോഗ്രാം ചെയ്ത് ഒപ്പം നിൽക്കണമെന്ന് വാശി പിടിക്കാത്തതുകൊണ്ടാണ്. ഇനി ഇതൊന്നും പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാതെ വിചാരിച്ചാൽ എന്ത് ചെയ്യുക, ശാരീരികമായിട്ടുള്ള കണക്ഷൻസ് അല്ലേ പറ്റാത്തതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താ ഒഴിഞ്ഞ സമയത്ത് വീഡിയോ കോളൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക, സംസാരിക്കാനും പറയാനും വാട്സപ്പിലൂടെ നിരന്തരം ചാറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സാന്നിധ്യം ഒപ്പമുള്ള പോലെ ജീവിക്കുക എന്നുള്ളത് നമുക്ക് അതിൽ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് പറയാം, പലപ്പോഴും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ ചെറിയ ഒരു തുച്ഛമായ ശമ്പളത്തിനൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ അവർക്ക് ബാക്കിയൊന്നുമില്ല, അവസാനം വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരുപാട് രോഗങ്ങളായിട്ടാണ് അവർ വരുന്നത്. ഒരു റിയൽ ലൈഫ് അവർക്ക് നഷ്ടപ്പെടുന്നത് ആവശ്യമില്ല. കാരണം നമുക്കിവിടെ എന്താ ഒരു ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു സെയിൽസ്മാൻ ആയിട്ട് നിന്നാലും ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ വൈകുന്നേരം ഒരു കാറ്ററിങ്ങിന് പോയാൽ ഒരു 500 രൂപ കിട്ടും, മനസ്സിലായി? അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ വളരെ തുച്ഛമായ ജോലിക്ക് അവിടെ ചെയ്യുന്ന ജോലിയേക്കാളും സ്റ്റാൻഡേർഡുള്ള ജോലി അവിടെ ചെയ്യാൻ പറ്റും, നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും.